ചെലവ് കുറഞ്ഞതും കാര്യക്ഷമതയേറെയുള്ളതും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ പൊതു സോളാർ സെൽ വികസിപ്പിച്ച് അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയാണ് കേരള സർവകലാശാലയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. സൗരോർജ്ജ രംഗത്ത് ശ്രദ്ധേയമായൊരു കണ്ടുപിടുത്തവുമായി കേരള സർവകലാശാലയിലെ ഗവേഷകർ ചെലവ് കുറച്ച് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പുതിയ സോളാർ സെൽ സാങ്കേതിക വിദ്യയാണ് ഈ ഗവേഷകർ വികസിപ്പിച്ചിരിക്കുന്നത്. സാധാരണ സിലിക്കൺ അധിഷ്ഠിത പാനലുകൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന ഈ പുതിയ സോളാർ സെൽ പരിസ്ഥിതിക്ക് ദോഷകരമായ ഘടകങ്ങൾ ഒഴിവാക്കി സുരക്ഷിത വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലൂടെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഊർജ്ജ ഉൽപാദനവും ഉറപ്പാക്കപ്പെടുന്നു. ഏകദേശം 21% കാര്യക്ഷമതയുള്ള പുതിയ സോളാർ സെൽ വളരെ കുറച്ച് സ്ഥലത്തു നിന്ന് തന്നെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പോന്നതാണ്. അതിനാൽ തന്നെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് ഏറെ പ്രയോജനപ്രദവുമാണ്. കേരള സർവകലാശാലയിലെ ഫോട്ടോവോൾട്ടൈക് റിസർച്ച് ലബോറട്ടറിയിലാണ് ഈ പുതിയ സെൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. സർവകലാശാലയിലെ ഒരു പറ്റം യുവ ഗവേഷകരാണ് 21.18% കാര്യക്ഷമതയും ലെഡ് രഹിതവുമായ പുതിയ സോളാർ സെൽ സാധ്യമാക്കിയിരിക്കുന്നത്. ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഒരു നൂതനാശയമാണ് ഈ പുതു കണ്ടുപിടുത്തത്തിലൂടെ ഇവർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇറക്കുമതി ചെയ്ത സിലിക്കൺ അധിഷ്ഠിത സോളാർ പാനലുകളാണ് നാം ഉപയോഗപ്പെടുത്തി വരുന്നത്. അവയിൽ പലതിലും വിഷാംശമുള്ള ലെഡ് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ അത്തരം സോളാർ സെല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോഴോ ഉപേക്ഷിക്കുമ്പോഴോ പാരിസ്ഥിതിക അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന് വിപരീതമായി പുതുതായി വികസിപ്പിച്ച പെറോസ്കേറ്റ് സെല്ലുകൾ ടിൻ, റുബീഡിയം, സീസിയം എന്നിവയുടെ സുരക്ഷിതമായ സംയോജനത്താലാണ് സാധ്യമാക്കിയിരിക്കുന്നത്. ഇത് സുരക്ഷിതമായ ഒരു സോളാർ ബദൽ വാഗ്ദാനം ചെയ്യുന്നു. കേരള യൂണിവേഴ്സിറ്റിയിലെ ഭൗതിക ശാസ്ത്ര വിഭാഗം മേധാവി പ്രൊഫസർ ആർ ജയകൃഷ്ണൻ പറയുന്നു, കേരളത്തിന്റെ ദുർബലമായ കായലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും പാരിസ്ഥിതിക ഭൂപ്രകൃതിയുമായി ഈ പുതിയ ഗവേഷണം യോജിക്കുന്നു. ഈ കണ്ടുപിടുത്തത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത് അതിന്റെ പ്രായോഗികതയാണ്. വൻതോതിലുള്ള നിക്ഷേപങ്ങളും വലിയ തോതിലുള്ള വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമുള്ള പരമ്പരാഗത സിലിക്കൺ നിർമ്മാണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സാങ്കേതിക വിദ്യ. ഇത് നൂതന പ്രിന്റിംഗ് സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടുന്നതുമാണ്. ഇത് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കൂടുതൽ താങ്ങാനാവുന്നതും അനുയോജ്യവുമായ സൗരോർജ ഉൽപാദന സംവിധാനമാണ്. ഈ കണ്ടുപിടുത്തം വിപുലമായ സൗരോർജ നിർമ്മാണത്തിനുള്ള സാധ്യതകൾ കേരളത്തിനു മുന്നിൽ തുറന്നിടുന്നു. അദ്ദേഹം കൂട്ടിച്ചേർത്തു, സൗരോർജ ഉൽപാദന രംഗത്തിന് മുതൽക്കൂട്ടാവുന്ന കേരളത്തിൽ നിന്നുള്ള ഈ പുതു അധ്യായത്തെക്കുറിച്ച് അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി പുറത്തിറക്കിയ അന്താരാഷ്ട്ര ജേണലായ ACS അപ്ലൈഡ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ അക്കാഡമിക് ഇടങ്ങളിൽ നിന്ന് അത്യാധുനിക ഗവേഷണ ഫലങ്ങൾ പുറത്തുവരുന്നുവെന്നത് ഏറെ അഭിമാനാർഹമാണ്. MSc വിദ്യാർത്ഥിയായ സൂരജ് എസ്, ഗവേഷകരായ ആദിത്യ നാദാർ, ആര്യ നാരായണൻ എന്നിവരാണ് ഈ പദ്ധതിക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയത്. പരമ്പരാഗത സിലിക്കൺ പാനലുകളെ അപേക്ഷിച്ച് നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന പുതിയ സെല്ലുകൾ ഉയർന്ന ഊർജ്ജക്ഷമത പ്രദാനം ചെയ്യുന്നതാണ്. ഇത് മേൽക്കൂരകളിൽ നിന്നും ചെറിയ പ്ലോട്ടുകളിൽ നിന്നും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായകമാണ്. കേരളം പോലെ അത്രയ്ക്ക് ഭൂവിസ്താരമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഇത്തരമൊരു സോളാർ സെൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. നിർമ്മാണ ചെലവും വളരെ കുറവാണ് എന്നതാണ് ഈ കണ്ടുപിടുത്തത്തിന്റെ മറ്റൊരു പ്രധാന നേട്ടം. ലളിതമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കാനാകുന്നതിനാൽ ചെറുകിട വ്യവസായങ്ങൾക്കും ഈ രംഗത്തേക്ക് കടന്നുവരാൻ അവസരം ലഭിക്കുന്നു. രാജ്യത്തിന്റെ ശുദ്ധ ഊർജ്ജ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനുള്ള വലിയ മുന്നേറ്റങ്ങളിലൊന്നായാണ് കേരളത്തിൽ നിന്നുള്ള ഈ ഗവേഷണ നേട്ടം വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.